വെൽക്കം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഈ സ്പ്രിങ്ങിൽ ഞാൻ കൂടുതൽ നടക്കണമെന്ന് എനിക്ക് തോന്നുന്നു. സ്പ്രിങ് അലർജിയൊക്കെ ഉണ്ട്, എന്നാലും അത് വെച്ചിട്ടൊരു നടത്താം. പച്ചയിൽ പച്ച സീഡ്, ചില പട്ട് സാരിയൊക്കെ കാണുന്ന ഓർമ്മ വരും. ഞാൻ സത്യമായിട്ട് ഇത്രയും ശ്രദ്ധിച്ചിട്ടില്ല, ഇത്രയും കൊല്ലം ഇവിടെ ജീവിച്ചിട്ട്. സീഡ്സിൻ്റെ പല പല കളേഴ്സ്, മുഴുവൻ ഡാൻഡിലാണ്. ഒരു വില്ലോ ആണ് ഇങ്ങനെ താഴേക്ക് തൂങ്ങി, നല്ല രസമുള്ള കട്ടിനിട്ട പോലൊരു മരമാണ്. ഇത് പലയിടത്തും ലാൻഡ്സ്കേപ്പിങ്ങിന് യൂസ് ചെയ്യുന്നൊരു മരമാണ്. ഇവിടെയുള്ള വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിൽ വാട്ട് സിറ്റി ഹിന്ദു ടെമ്പിൾ. ഞാൻ അങ്ങോട്ടുള്ള ഹൈവേയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അയോവ സ്റ്റേറ്റ് ആണ്. അയോവ സ്റ്റേറ്റിൽ നിന്ന് ഇലിനോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വേറെ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. അത് ഇന്ന് മൂടിക്കെട്ടിയ ദിവസമായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നല്ല ഭംഗിയാണ് ഭാഗം. ഇത് പുതിയ ബ്രിഡ്ജാണ്, ഇൻഡർസ്റ്റേറ്റ് ഹൈവേ ആണ്. ഇപ്പം നമ്മൾ ഇലിനോയിലേക്ക് കയറും. ഇലിനോയ് സ്റ്റേറ്റ്, ദ ലാൻഡ് ഓഫ് ലിങ്കൺ, ഇലിനോയ്. വെൽക്കം ടു ഇലിനോയ്. ഒരു അരമണിക്കൂർ എടുക്കും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അമ്പലത്തിലെത്താൻ. അങ്ങോട്ട് അരമണിക്കൂർ, ഇങ്ങോട്ട് അരമണിക്കൂർ. ചിലപ്പോൾ അമ്പലത്തിനകത്താകെ 10 മിനിറ്റ് 15 മിനിറ്റ് ഉണ്ടാവും. പക്ഷേ 1 മണിക്കൂർ നമ്മൾ കണക്കിലെടുക്കണമല്ലോ പോയി വരാൻ. അപ്പോൾ എൻ്റെ നാട്ടിലുള്ള കേരളത്തിലുള്ള ആൾക്കാർ സന്തോഷിക്കുക. അതായത് നമുക്കൊരു 10 മിനിറ്റ് 15 മിനിറ്റ് ട്രാഫിക്കിലൊക്കെ പെട്ടാലും നമുക്കൊരു 15-20 മിനിറ്റിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോകാൻ പറ്റില്ലേ? അതൊക്കെ ഞങ്ങൾ തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഇന്ത്യയിൽ വരുമ്പോൾ ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കും അമ്പലത്തിൽ വന്ന ഓർമ്മകൾക്ക്. അപ്പോൾ നമുക്കവിടെ ഉള്ളപ്പോൾ അത് അത്ര വാല്യൂ ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷെ നമ്മൾ ഇവിടെയൊക്കെ വന്നിട്ട് അവിടെ വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ അമ്പലങ്ങളൊരു പ്രത്യേക സുഖം തന്നെയാണ്, പറയാണ്ടിരിക്കാൻ വയ്യ. അവിടെ നനഞ്ഞൊക്കെ കിടന്നാലും എന്താ പറയുക, തിരക്കുണ്ടെങ്കിലും നമ്മുടെ അമ്പലങ്ങൾ അവിടെ തൊഴുമ്പോഴത്തെ സുഖം വേറെ സുഖമാണ്. പക്ഷെ അതേസമയം എന്താ പറയുക, വി ഹാവ് ടു കൗണ്ട് അവർ ബ്ലെസ്സിങ്സ് എന്ന് അറിയില്ലേ. ഇവിടെ ഇങ്ങനെ ഒരു അമ്പലം ഉള്ളത് ഞങ്ങൾക്കൊക്കെ വലിയ അനുഗ്രഹമാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഷിക്കാഗോ പോകണം തൊഴാൻ. 2 മണിക്കൂർ എടുക്കും അമ്പലത്തിൽ പോയി തൊഴണമെങ്കിൽ. ഹൈവേയിൽ നിന്ന് ഇറങ്ങുകയാണ്, ഇലിനോയ് സ്റ്റേറ്റിലുള്ള ഹൈവേയിലേക്ക് കയറുകയാണ്. അവിടെ കൂടെ ഇനി ഒരു 15 മിനിറ്റ് ഇനി പോകണം. അങ്ങനെ ടോട്ടൽ 30 മിനിറ്റ്, കൃത്യം 30 മിനിറ്റാണ് യാത്ര. പണ്ട് ഞങ്ങൾ ഇലിനോയ് സൈഡിൽ ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് 15 മിനിറ്റ് മതി പോകാൻ. അപ്പോൾ ഞാൻ ഈ അന്നദാനത്തിൻ്റെയൊക്കെ ഗ്രൂപ്പിലുള്ള ആളായിരുന്നു, ആക്റ്റീവാണ് ഇത്തരത്തിലത്ത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഗൈഡ് ലൈൻസ് കൊണ്ടുവയ്ക്കാൻ ഞാനാണ് ഡ്രാഫ്റ്റ് ചെയ്യുന്നതൊക്കെ. ചെയ്തിട്ട് കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി അവിടെ വെച്ചിട്ട് വരുമായിരുന്നു. പിന്നെ ഇവിടെ അമ്പലത്തിൽ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3, 4, 5 ദിവസമൊക്കെ വരും. അപ്പോൾ എന്നും രാവിലെയും വൈകിട്ടും നമ്മൾ അറ്റ്ലീസ്റ്റ് ഞാനെങ്കിലും പോയി തൊഴുത്. ചിലപ്പോൾ അവിടെ ജോലികളുണ്ടാവും, കാരണം ഇവിടെ നമ്മളെ നാട്ടിലത്തെ പോലെ അമ്പലവാസികളില്ലല്ലോ ജോലികളൊക്കെ ചെയ്യാൻ. പെയ്ഡ് എംപ്ലോയീസ് ഇല്ല, നമ്മളെ പോലെ അൺപെയ്ഡ് ആയിട്ടുള്ള വോളണ്ടിയേഴ്സ് ആണുള്ളത്. അപ്പോൾ ഞങ്ങൾ തന്നെയാണ് കലശം കഴുകുന്നത്, മാല കെട്ടുന്നത്. ഇവിടെ ആഹാരത്തിനാണെങ്കിലും നമ്മൾ ഗ്രൂപ്പ്സായിട്ട് പല ആൾക്കാർ കുക്ക് ചെയ്ത് കൊണ്ടുവരികയാണ്. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് മാത്രമാണ് കേറ്ററിങ്ങും അങ്ങനത്തെ ഹെൽപ്പ്. ഈ അമ്പലം ആദ്യം ഉണ്ടാവാനുള്ള കാരണം ഒരു 10, 15, 16 പേരൊക്കെ ഒരുമിച്ച് കൂടി. അതിൽ കൂടുതലും ഡോക്ടേഴ്സാണ്, അതിൽ കൂടുതലും തെലുങ്കരാണ്. അവരെയൊക്കെ കൂടെ ഒരു 10 ഏക്കർ ലാൻഡ് വാങ്ങിച്ചു ഈ സ്ഥലത്ത്. കുറച്ച് ദൂരെയുള്ള സ്ഥലം അങ്ങനെ ആയതാണ്. വിലയും സ്ഥലത്തിൻ്റെ വിലയും എല്ലാം നോക്കി അങ്ങനെ പല ഫാക്ടേഴ്സ് കൊണ്ടായിരിക്കണം ഇവിടെ വന്ന് വാങ്ങിച്ചത്. അതുകൊണ്ടാണ് നമുക്ക് എത്തിപ്പെടാനുള്ള ഇത്രയും ദൂരം വരുന്നത്. കുറച്ചും കൂടി അടുത്തായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതൊരു വലിയ അഡ്വാൻറ്റേജ് ആകുമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ഇതുണ്ടല്ലോ എപ്പോഴും, അങ്ങനെയാണ് ഇത് ഇത്രയും ദൂരം ആയത്. അവർ തന്നെയാണ് ഇപ്പോഴും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ളത്. അവരെയൊക്കെ കൂടെ എനിക്ക് സെക്രട്ടറി എന്നുള്ളതിൽ, നാട്ടിലത്തെ സെക്രട്ടറിയുടെ പ്രിവിലേജസ് ഒന്നുമില്ല ഇവിടെ. പക്ഷേ ഒരേ ഒരു ലേഡി എന്നുള്ളതിലും സെക്രട്ടറി എന്നുള്ളതിലും കുറച്ച് കൊല്ലം ഞാൻ അവിടെ ഉണ്ടായിരുന്നു ആസ് എ വോളണ്ടിയർ.
പണികളൊക്കെ നടക്കുന്നത് കൊണ്ടാണ്. പിന്നെ കൺസ്ട്രക്ഷൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. പിന്നെ അമേരിക്കയുടെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് 4 വേദങ്ങളെയും ബേസ് ചെയ്തൊരു ഹോമം നടക്കുന്നു ജൂണിൽ. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളും കൂടെയാണ്. പിന്നെ ഈ ഗോപുരം ഇനോഗ്രേഷനും എല്ലാം കൂടെ ഒരു വലിയ കാര്യം നടക്കാൻ പോവാണ്. അകത്ത് നിറയെ പ്രതിഷ്ഠകളുണ്ട്. ഇതെല്ലാം ജൂൺ ആകുമ്പോൾ കഴിയുമായിരിക്കും ഈ പണികൾ. അങ്ങനെ പ്രസാദവും കിട്ടി, സുഖമായി തൊഴുതു. ഒട്ടും തിരക്കില്ല, ആരുമില്ല. ഈ ഒരു ഭാഗത്തെ റോഡ് എപ്പോഴും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കും. ഇത് കുറച്ച് ഭേദപ്പെട്ട ഭാഗമാണ്. ഈ അമ്പലത്തിനോട് അടുക്കുമ്പോൾ ഒരു മോശപ്പെട്ടൊരു സ്ഥലം. ഇവിടെയുള്ള റോഡുകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കരമായിട്ട് സ്നോ വീഴുന്ന സ്ഥലമല്ലേ. അപ്പം അതുകൊണ്ട് ഈ ഐസ് മാറ്റാൻ വേണ്ടി, സ്നോ മാറ്റാൻ വേണ്ടിയിട്ട് ഉപ്പെല്ലാം ഇടും. അങ്ങനെ പല സാധനങ്ങളൊക്കെ ഇട്ട് ഈ റോഡൊക്കെ നശിക്കും. ആ റോഡ് നശിച്ചിട്ട് പിന്നെ അതിനെ മുഴുവൻ ശരിയാക്കുന്നത് എപ്പോഴാണ്? സമ്മർ. അപ്പോൾ സമ്മർ മുഴുവൻ അത് നന്നാക്കുന്ന ജോലിയായിരിക്കും. അപ്പോൾ കൺസ്ട്രക്ഷൻ, റിപ്പയർ എല്ലാം നടക്കുന്നത് ആ ഒരു 6 മാസത്തിനകത്തല്ലേ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ 5-6 മാസമൊക്കെ പിന്നെയും അതേ സൈക്കിള്. അതാണ് ഇവിടുത്തെ ഉള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ അത് മുഴുവൻ മാറ്റിയിട്ട് രണ്ടാമത് ചെയ്യണം. അതിന് പകരം നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്ന പോലെ പാച്ച് വർക്ക് പോലെ ചെയ്യും. അപ്പോൾ അത് സ്ഥായിയല്ലല്ലോ, അത് പിന്നെയും പിന്നെയും പൊട്ടിക്കൊണ്ടിരിക്കും. ഈ അമ്പലത്തിനടുത്തുള്ള ഒരു സ്ട്രെച്ച് അങ്ങനെയാണ്, എപ്പോഴും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കും. അപ്പം അങ്ങോട്ട് ലൈൻ മാറിയാലും ഇങ്ങോട്ട് ലൈൻ മാറിയാലും നല്ലോണം മോശമായിട്ടുള്ള ഒരു ഭാഗമാണ്. അല്ലാതെ നമ്മൾ സാധാരണ അമേരിക്കയിലെ റോഡ്സ് പറയുന്ന പോലെ നല്ല റോഡ്സ് തന്നെയാണ്. റോക്ക് റിവർ, ഇത് മിസിസിപ്പിയുടെ ട്രിബ്യൂട്ടറി, നമ്മൾ പറയില്ല കൈവഴി എന്നല്ലേ പറയാം. അങ്ങനെ ഒരു കൈവഴിയാണ് ഈ റോക്ക് റിവർ. മിസിസിപ്പി നദിയുടെ ഈ സൈഡിലും കാണാം. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്, ഇത്രയും ചെറിയൊരു സ്ഥലമാണെങ്കിലും കമ്പാരിറ്റീവ്ലി വലിയ ഷിക്കാഗോ പോലത്തെ അല്ലെങ്കിൽ ന്യൂയോർക്ക് പോലെ ഒന്നും വലിയ ഹ്യൂജ് മെട്രോ അല്ലെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടംപോലെ ഇന്ത്യൻസ് ഉണ്ട്. ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നമുക്ക് ആ വെറൈറ്റി കാണാമെന്നുള്ളതാണ്. നേപ്പാളി ആയ ഒരാൾ വരെയുണ്ട്. ഡെഫിനറ്റ്ലി മെജോറിറ്റി തെലുഗുവാണ്. കാരണം തെറ്റോ ശരിയോ, അവരാണ് ഏറ്റവും കൂടുതൽ പൈസ ഇറക്കാനായിട്ട് മടിക്കാത്തവർ. ഈശ്വരന് പറയുമ്പോൾ ഈശ്വരൻ്റെ പേരിൽ പൈസ ഇറക്കാൻ നമ്മുടെ പോക്കറ്റ് തുറന്ന് പൈസ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അത് കൊടുക്കാനൊരു മനസ്സ് വേണം. അത് തീർച്ചയായിട്ടും വേറെ ഒരു റീജിയനും ഇല്ല, തെലുങ്കർ കഴിഞ്ഞിട്ടേ ഉള്ളൂ അതിനുള്ള ഒരു കഴിവ്. പിന്നെ ഗുജറാത്തി, മാർവാടി, അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള കുറച്ച് പേരുണ്ട്. തമിഴിൽ അധികമില്ല, മലയാളികളിൽ അധികമില്ല, കന്നഡികയിലുണ്ട്. പക്ഷേ പിന്നെയും നമ്പർ വരുമ്പോൾ തീർച്ചയായിട്ടും തെലുഗു ആൾക്കാരാണ്. അത് മാത്രമല്ല, എന്തെങ്കിലും ഒരു പുതിയ കാര്യം, ഒരു ഡെവലപ്മെൻറ്റ്, പുതിയൊരു കാര്യം വരുമ്പോൾ അതിനെ എല്ലാത്തിനും സ്പോൺസർ ചെയ്യാനും എല്ലാത്തിനും മുമ്പോട്ട് വരുന്നത് അവരുടെ നമ്പർ കൂടുതൽ തന്നെയാണ് വരുന്ന ആൾക്കാരിൽ, ഇവിടെ താമസിക്കുന്ന ആൾക്കാരിൽ. എന്നാൽ പോലും അതിനകത്തും അവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ധനം ഡൊണേറ്റ് ചെയ്യുന്നത്, ആൾ സഹായം ഡൊണേറ്റ് ചെയ്യുന്നത്, സമയം ചെലവഴിക്കുന്നത്. ഈ അമ്പലത്തിന് എന്തെല്ലാം അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ടോ, എന്തെല്ലാം പുതിയ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതെല്ലാം അവരിൽ കൂടിയാണ് ഉണ്ടായിട്ടുള്ളത്. ബാക്കിയുള്ള പല റീജിയൻസിലെ ആൾക്കാർ കുറേ പ്ലെഡ്ജൊക്കെ ചെയ്തിട്ട് കൊടുക്കാത്തവർ വരെയുണ്ട്. അത് കഴിഞ്ഞ് അവർ പുറകെ നടന്നിട്ടൊക്കെ വേണം കിട്ടാൻ. പക്ഷേ ഇവരങ്ങനെയല്ല, ഒരു വാക്ക് അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തിരിക്കും. അപ്പോൾ അതാ പറഞ്ഞത്, അവർക്ക് ധനം സമ്പാദിക്കാൻ നന്നായിട്ടറിയാം. അതുപോലെ ഈശ്വരൻ്റെ കാര്യങ്ങളിൽ, ഭക്തിയുടെ കാര്യങ്ങളിൽ, നമ്മുടെ കൾച്ചറിൻ്റെ കാര്യങ്ങളിൽ അതുപോലെ ചെലവഴിക്കാനും അറിയാം. അതൊരു വലിയ ഇൻസ്പിറേഷനായിട്ട് എനിക്ക് തോന്നാറുള്ളത്. അത് കൂടെ മാല കിട്ടുന്ന എല്ലാം തെലുങ്കരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്രയും തെലുഗു ആൾക്കാരായിട്ടുള്ള മാലകെട്ടൽ അല്ലെങ്കിൽ അവിടെ വൃത്തിയാക്കൽ എല്ലാം ചെയ്തതുകൊണ്ട് കുറേയൊക്കെ പൂജ റിലേറ്റഡ് വേർഡ്സ് എനിക്ക് കുറച്ചെങ്കിലും അറിയാം തെലുഗു. അങ്ങനെയാണ് എനിക്ക്
കുറച്ചെങ്കിലും മനസ്സിലാവുന്ന അവർ പറയുന്ന ചില കാര്യങ്ങൾ. ചില അമ്മമാർ, പ്രത്യേകിച്ച് ഇവിടെ വരുന്ന വയസ്സായ അമ്മമാരുണ്ടല്ലോ, ഞാൻ ഈ ശ്രീനിവാസ കല്യാണത്തിന് എൻ്റെ ഓഫറിങ് ഉണ്ടാവും. ഈ അമ്പലം തുടങ്ങിയപ്പോൾ തൊട്ട് ശ്രീനിവാസ കല്യാണത്തിന് പല വർഷങ്ങളും എനിക്ക് എൻ്റെ നൃത്തം ഓഫർ ചെയ്യാനുള്ളൊരു ഭാഗ്യം, അപൂർവ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അത് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കും ഇവിടെയുള്ള വരുന്ന അമ്മമാർ നേരെ തെലുഗുവിൽ എൻ്റെ അടുത്ത് സംസാരിക്കുക. അതാണ് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നും. അവരുടെ അടുത്ത് പറയുകയാണ് ഞാൻ തെലുഗു അല്ല, എനിക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ അവർ തെലുഗുവിൽ സംസാരിക്കും. നൃത്തം നന്നായിരുന്നു എന്നങ്ങനെയൊക്കെ പറയും. അങ്ങനെ വളരെ എന്താ പറയുക, സ്നേഹത്തോടെ പെരുമാറുന്ന കുറേ അമ്മമാരുണ്ട് ഇവിടെ. അതും അവർ മിക്കവാറും എല്ലാ കൊല്ലവും വരുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ തന്നെ താമസിക്കുന്നതുകൊണ്ട് എന്നെ കണ്ടാൽ അറിയാം അവർക്ക്. അവർ നേരെ തെലുഗുവിൽ സംസാരിക്കാൻ തുടങ്ങും. എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം കാണുമ്പോൾ അവർ തെലുഗുവിൽ സംസാരിക്കും. അപ്പോൾ അതൊക്കെ രസമാണ്. ചിലതിനൊന്നും പറഞ്ഞാൽ ലാംഗ്വേജ് ഒരു ബാരിയർ അല്ല പറയില്ലേ. ലാംഗ്വേജ് മതവും അല്ല, പലതരത്തിലും മതം ഒരു ബാരിയറേ അല്ല. അപ്പം നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു, ഒരു ബ്ലഡ് വേണം, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വിഷമം, നമ്മൾ മതം നോക്കിയിട്ടാ ബ്ലഡ് വാങ്ങിക്കുക. അല്ലെങ്കിൽ ഒരു അത്യാവശ്യം വന്നു, ഒരു ആൾ ഹെൽപ്പ് ചെയ്യണം, റോഡിലൊരു അത്യാവശ്യം വന്നു, നമ്മൾ മതവും രാജ്യവും നിറവും നോക്കിയിട്ടാ. അപ്പം അത്രയൊക്കെ ഉള്ളൂ, മനുഷ്യൻ്റെ കാര്യം അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾക്ക് ചില ആൾക്കാർക്ക് അത് എന്താ പറയുക, ഓരോന്ന് മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ അതിർവരമ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ബാരിയേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഡിവൈഡ് ആൻഡ് റൂൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചില ആൾക്കാർ ചെയ്യുമ്പോൾ എന്ത് പറ്റും, ബാക്കിയുള്ളവർക്കും അങ്ങനെ ചെയ്യാൻ തോന്നും. ഏതെങ്കിലും ഒരു വിഭാഗം അങ്ങനെ ചെയ്തു തുടങ്ങിയാൽ അതിന് അവസാനമില്ലല്ലോ, എല്ലാവർക്കും അത് ചെയ്യാൻ തോന്നില്ലേ. അവിടെയാണ് പ്രശ്നം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു നമുക്ക് പറഞ്ഞ് നടക്കാം, പക്ഷേ എല്ലാവരും അങ്ങനെ വിചാരിക്കാത്തപ്പോൾ നമുക്കും തോന്നില്ലേ, അതാണ് പ്രശ്നം. അപ്പോൾ എല്ലാവരുടെയും ചിന്താഗതി കുറച്ചും കൂടെ മാറി മനുഷ്യനായി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിരുന്നെങ്കിൽ എത്രയോ നല്ലൊരു ലോകമാണ് നമ്മുടെ മുമ്പിലുള്ള. എത്ര ഭംഗിയുള്ളൊരു ലോകമാണ് നമുക്കുള്ളത്. അതുകൊണ്ടല്ലേ ഒരു നോളജബിൾ ഒരാൾ പറഞ്ഞത്, എല്ലാം കഴിഞ്ഞ് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിലെത്തുമ്പോൾ ദൈവം ചോദിക്കും നമ്മുടെ അടുത്ത്, സ്വർഗം എങ്ങനെയിരുന്നു? അത് വളരെ പവർഫുൾ അല്ലേ, സ്വർഗം എങ്ങനെയിരുന്നു. അല്ലാതെ സ്വർഗത്തിലേക്കല്ല നമ്മൾ പോകുന്നത്, ഇതാണ് സ്വർഗം. അതിനെ നരകമാക്കാൻ വേണ്ടി നമ്മൾ പിന്നെയും പ്രയത്നിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് പറയാൻ അല്ലേ. അങ്ങനെ ഞാൻ എന്തായാലും സുഖമായിട്ട് തൊഴുതു, തിരിച്ച് ഹൈവേയിൽ കയറി. ഞാൻ ഇനി തിരിച്ച് അയോവയിലോട്ട് കയറുന്നു, അതും കൂടെ കാണിച്ചു തരാം. അതിങ്ങനെ പോയി നമ്മുടെ അമ്പലത്തിൽ കയറുന്നു. കാണാമോ മിസിസിപ്പി ഒഴുകുന്നത്? ബോർഡ് കാണാം, വെൽക്കം ടു അയോവ, ഫ്രീഡം ടു ഫ്ലറിഷ്. അങ്ങനെ നമ്മൾ അയോവയിലെത്തി. ഇവിടെ ഏറ്റവും കൂടുതൽ കോൺഫീൽഡ്സ് ആണ്, നിറയെ കോൺഫീൽഡ്സ്. അതിൽ ഓരോന്നായി നെയ്ബർഹുഡ് ആയിക്കൊണ്ടിരിക്കുന്നു, വീടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിലും നമുക്ക് സർപ്രൈസ് ഒന്നുമില്ല, നിറയെ ഇന്ത്യൻസ് വന്നുകൊണ്ടിരിക്കുന്നു. കാരണം നിറയെ സ്ഥലം, വീട് വെക്കാനുള്ള സ്ഥലമുള്ളത് ഈ സൈഡിലാണ്, ഇലിനോയ് സൈഡിലൊക്കെ ആണ്. അതുകൊണ്ട് തന്നെ പുതിയ ഫാമിലീസ് വരുമ്പോൾ വീട് വെക്കാനായിട്ട് ഈ സൈഡിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇലിനോയ് സൈഡിൽ നിന്ന് പതുക്കെ ഇവിടെ വന്ന് വീട് വെക്കും. അങ്ങനെ പച്ച കളറ് തിരിച്ചു വന്നത് കണ്ട, സ്നോ ഒക്കെ മാറി, ഹരിയാലി ഗ്രീനറി, അത് കാണുമ്പോൾ ഒരു സുഖം. അങ്ങനെ എൻ്റെ ഈ കുട്ടി യാത്രയിൽ എൻ്റെ കൂടെ അമ്പലത്തിൽ വന്ന് ഇത്രയും സംസാരം കേട്ടതിന് വലിയ താങ്ക് യു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനിയും അടുത്തൊരു ചെറിയ വ്ളോഗ് കാണുന്നവരെ, അടുത്ത യൂട്യൂബ് ഷോർട്സിൽ കാണുന്നവരെ, ടേക്ക് കെയർ. നല്ലൊരു ദിവസമാവട്ടെ, നല്ലൊരു രാത്രിയാവട്ടെ. ബൈ.